എല്ലാവർക്കും അടുത്തൊരു പുതിയൊരു വീഡിയോ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ തെങ്കാശ്ശേരി വന്ന് അരുവി ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇവിടെയാണ് തുടങ്ങിയത്. ഞങ്ങൾ 3 റൂം എടുത്ത റൂമാണ് കേട്ടോ. കാരണം 1500 രൂപയായിരുന്നു റൂമിന്. AC അടക്കമാണ്, AC അടക്കമുണ്ട്. നല്ല റൂമായിരുന്നു, നല്ലൊരു ബാത്റൂം, നല്ലൊരു ഫ്രഷുള്ള ഒരു റൂമായിരുന്നു. ഇപ്പോൾ അടുത്ത് ഞങ്ങൾ ഒരു തിരുമലയിൽ പോയിട്ടുണ്ട്. തിരുമല കോവിലോട്ടാണ് പോകുന്നത്. ഇതാണ് റൂമിൻ്റെ ബാൽക്കണി കേട്ടോ. നല്ലൊരു നീറ്റ്നെസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഡബിൾ ബെഡ്റൂമാണ്. അത് 1500 AC കിടക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ലൊരു നീറ്റായിട്ടുള്ള റൂമാണ്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അവരുടെ ഹോട്ടലുണ്ട്. തൊട്ട് ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ രാമേന്ദ്രയുടെ ഒരു ഷോറൂമൊക്കെ ഉണ്ട്. ഒരു നല്ല വലിയ ഷോറൂമാണ്. അങ്ങനെ ഞങ്ങൾ തിരുമല കോവിലിൽ എത്തി കേട്ടോ. ഇതുവരെ കയറാൻ വേണ്ടി അമ്പലത്തിന്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാറുണ്ട്. അതുകൊണ്ട് അവിടെയാണ് ടോപ്പ്. ഇതിൽ കൂടെ കയറാൻ വേണ്ടി 2 വഴിയുണ്ട് കേട്ടോ. 2 വഴി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സൈഡിൽ കൂടെ കാറിന് 50 രൂപ കൊടുത്ത് ബൈക്കിന് 10 രൂപ കൊടുത്താൽ അതിന്റെ ടോപ്പില് അമ്പലത്തിന്റെ ടോപ്പ് വരെ പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കയറുന്നത് ഇവിടെ 600 വരെ പടി എന്നാ പറയുക. ഈ പടിയാണ് ഞങ്ങൾ കയറുന്നത്. ഇത് ഇവിടെ നിന്ന് കുറച്ച് പടിയേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ എന്തായാലും പടി കയറി പോകാന്നാണ് വിചാരിക്കുന്നത്. പടി കയറുന്നത് വളരെ കുറച്ച് ആൾക്കാരാട്ടോ. ബാക്കി എല്ലാവരും ആ വഴിയെ പോകുന്നത്. പിന്നെ ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. ബസ്സിന് 10 രൂപയാണ്. നമ്മളിത് താഴെ നിന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് വന്ന വഴിയാണ്. കണ്ട് ഇവിടെ നിന്നുണ്ട്. കണ്ട് ഈ കാണുന്നില്ലേ? അവിടെ നിന്ന് ബസ്സുണ്ട്. ഇതാണ് റോഡ് കണ്ടോ. ആ റോഡിൽ കൂടെ ബസ്സുണ്ട്. ബസ്സിന് 10 രൂപയേ ഉള്ളൂ. അത് ടോപ്പ് വരെ പോകും. തിരിച്ചും അതുവരെ ഇവിടെ കൊണ്ടാക്കും. എന്നിട്ട് ഇവിടുന്ന് സർക്കാരിന്റെ ബസ്സുണ്ട്. അതിൽ നമുക്ക് തിരിച്ചു പോവാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെയാണ്. അവിടെയാണ് അത് കിടന്ന വണ്ടി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് കാശൊന്നും വാങ്ങിക്കില്ല ഇവിടെ. അതുപോലെ ഇവിടെ കുറച്ച് നമ്മൾ കയറുമ്പോൾ കുറച്ച് കയറി ചെല്ലുമ്പോൾ ഇരിക്കാൻ വേണ്ടി ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. അത് ഇരിക്കാനൊക്കെ ഉള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. കുറച്ച് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ കയറാം. നമ്മളെന്തായാലും ഇങ്ങനെ വെച്ച് റെസ്റ്റ് ചെയ്ത് കയറാൻ കഴിയും. മിക്കവാറും ഇതല്ല. ഇത് നിങ്ങൾ വരണമെങ്കിൽ രാവിലെ വരുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. കാരണം ഇപ്പോൾ ചെറിയ വേലായി തുടങ്ങി. മറ്റേ രാവിലെ വലിയ വേലൊന്നും കാണുന്നു. ഇപ്പോൾ കയറാൻ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ ഇവിടെ സൈഡിലിരിക്കാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കാരണം നമുക്ക് റെസ്റ്റ് ചെയ്ത് കയറി പോകാനുള്ള ഇതുണ്ട്. വേണ്ട ഞാനിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഇവിടെ ഇരിക്കാൻ നല്ല കെട്ടിയിട്ടുണ്ട്. എൻ്റെ അവിടെയാണ് ഞാൻ വന്ന് കയറിയത്. എത്രയാണ് വന്ന് കയറുന്നത്? താഴെ നിന്ന് വന്നത് അവിടെ നിന്ന് കയറി. ഇനിയുണ്ട്. ഇനി പകുതി പോലും ആയിട്ടില്ല. ഇനി കുറച്ച് കയറി വന്നപ്പോൾ ഉള്ളൊരു അമ്പലമാണ്. നല്ല ചെറിയ അമ്പലം. വീഡിയോ എടുക്കാനില്ല, തൊഴിലെടുക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്നുള്ള വിവിധ നിങ്ങൾ കാണിച്ചു തരാണ്ട്. ഇതിങ്ങനെ ചുറ്റി വരുന്നതാണ്. എന്തായാലും നല്ല രസമുള്ളൊരു അമ്പലം കേട്ടോ. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റും. ഇവിടെ വന്ന് തെങ്കാശ്ശേരിക്ക് ഒന്ന് കണ്ട് ഈ അമ്പലത്തിലേക്ക് ഒന്ന് കയറി. അതിനടുത്താണ് അച്ചൻകോവിൽ. അച്ചൻകോവിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ പോകാൻ വേണ്ടി ഒരു ദിവസം വന്ന് പോകാൻ വേണ്ടി പറ്റിയ നല്ല സ്ഥലം കേട്ടോ. ഇതാണ് കേട്ടോ. താഴെ നിന്ന് റോഡാണ് കേട്ടോ. ഇതുവരെയാണ് നമ്മൾ കാറിലൊക്കെ വന്ന് കയറി പോകുന്ന വഴിയുണ്ട്. നേരെ മേളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ താഴെ നിന്ന് ഒരു വണ്ടി വരുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് മേളിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. താഴെ നിന്നാണ് കാണിച്ചേക്കാൻ നോക്കിക്കോളൂ. ഏതാണ്ടോ ഒരു കാർ വരുന്നുണ്ടല്ലോ. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലേക്ക് പോവാം. നടന്നു പോകുന്നവർക്ക് പോവാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഈ അമ്പലത്തിലെ ഒരു നൈറ്റ് വ്യൂവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു രഥമുണ്ട്. ആ രഥം ചില ദിവസങ്ങളിൽ പുറത്തിറക്കി അതെല്ലാം ഞായറാഴ്ചയുണ്ടെന്നാണ്. അതങ്ങനെ ചെയ്യാൻ വേണ്ടി പുറത്തിറക്കിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു അതുകൂടെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നൈറ്റ് വിഷനാണത്. നല്ല രസമുണ്ട് കാണാതെ.
ഇത്രയും കൂടെ കയറും. അവിടെ നോക്കി അവിടെ നിന്ന് ഇനിയുണ്ട് താഴെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെ കാണിച്ചു. ഇവിടെ നമ്മൾ വന്ന് കയറിയ പടിയില്ല, ഈ പടിയെല്ലാം അവർ ഈ മലയില് ഈ പാറയിൽ വെട്ടിയെടുത്തിരിക്കുന്നതാണ്. അതാണ് എന്റെ പ്രത്യേകത. എല്ലാം ഫുള്ള് താഴെ മുതൽ താഴെ നിന്ന് മേലെ അറ്റം വരെ ഇതിൽ വെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിന്റെ ടോപ്പിലെത്തിയിട്ട് ഇനി അകത്തോട്ട് വീഡിയോയിലൂടെ അല്ല, എന്നാലും പുറത്തെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. ഇങ്ങനെ രഥമൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, പകലുള്ളതെന്ന് കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ മേളിൽ കയറിയിട്ട് അമ്പലത്തിന്റെ മേളിലോട്ട് കയറി ഇവിടെ ഒരു രഥം, ഞാൻ പറഞ്ഞില്ലേ രഥം ഉണ്ടെന്ന് പറഞ്ഞത്, ഒരു സ്വർണ്ണ രഥം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. അത് ഓപ്പൺ ആണെന്ന് പറഞ്ഞിവിടെ, ഓപ്പണായി കാണിച്ചു തരാം. ഇതാണ് മെയിൻ അമ്പലത്തിന്റെ മെയിൻ ഗേറ്റ് കേട്ടോ. അപ്പുറ സൈഡും ഉണ്ടത്, അത് കാണിച്ചു തരാം. ഇതാണ് കണ്ടോ, ഇതുവരെ വീഡിയോ അറിയാറുള്ളൂ, ഇത് കഴിഞ്ഞില്ലേ. അതിവിടെ ഷട്ടർ ഇട്ട് അടച്ചേട്ടാ. അല്ലാണ്ട് ഇതാണ് ഈ കാണുന്നതാണ് അത് രഥമായിരിക്കുന്നത്. ഷട്ടർ ഇട്ട് അടച്ചിരിക്കുക. അപ്പം അതിന് നൈറ്റ് വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിലെ തൊഴിലിട്ട് ഇറങ്ങിയ വഴിയാണ് ആ കാണുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങിയത്. ഇറങ്ങി അമ്പലത്തിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറച്ച് കാഴ്ചകൾ നോക്കി, ഇങ്ങോട്ട് നോക്കി. നെൽപ്പാടങ്ങളാട്ടോ, ഒരുപാട് നെൽപ്പാടങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇങ്ങോട്ടുള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൃഷി തന്നെ, എന്നാലും കാണുമ്പോൾ നല്ല പച്ചപ്പായിട്ട് ഇടങ്ങി വരും, നല്ലൊരു ഭംഗിയാണ്. എന്നിട്ട് ആ ദൂരമായിട്ട് കാണുന്നുണ്ട് അവിടെയൊക്കെ. അപ്പൊ ഇനി നമ്മൾ ഈ അമ്പലത്തിന് ചുറ്റും ഒന്ന് കറങ്ങി വരാൻ മതി. ഇനി അമ്പലത്തിന്റെ അപ്പുറത്ത് ഒരു കുളമൊക്കെ ഉണ്ട്, ആ കുളത്തിലൂടെ ഒന്ന് കറങ്ങിയിട്ട് അപ്പോൾ കറങ്ങി തിരിച്ച് നമ്മൾ പോകുമായിരിക്കും. തിരിച്ച് നമ്മൾ ഈ പടി ഇറങ്ങിയാണ് ഇനി പോകുന്നുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ വേറൊരു സൈഡിലുള്ള അമ്പലക്കുളം കേട്ടോ. ഇതിനകത്ത് ഇറങ്ങാനൊന്നും പറ്റില്ല, എല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, കാരണം ഈ മലയുടെ ഇത്ര ടോപ്പിൽ ഈ വെള്ളം കിടക്കുന്നത്. ഇതാണ് ബസ് കണ്ടോ, അതെന്താ കാണുന്നുണ്ടോ, 10 രൂപ നില എഴുതിയിട്ടുണ്ടോ, ഒരാൾക്ക് 10 രൂപയാണ്. അതിന് താഴേന്ന് ഇതുവരെ കൊണ്ടുവന്ന ബസ്സാണ്. ഇതാണ് പാർക്കിംഗ്. ഈ പാർക്കിംഗ് ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. ഇവിടുത്തെ മറ്റേ അറ്റം വരെ പാർക്കിംഗ് ഉണ്ട്. എന്താ അങ്ങ് അറ്റം വരെ പറ്റും, മേളിലോട്ടും പാർക്ക് ചെയ്യാം. ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി ഞങ്ങൾ തിരിച്ചും ഈ പടി തന്നെ ഇറങ്ങാനായിട്ടാ. കാരണം നല്ല കുറച്ച് ഞാൻ ഒരു 10-20 സ്റ്റെപ്പ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതുള്ളൂ. അതാണ് അമ്പലം അവിടെ കാണുന്നുണ്ടോ, സ്റ്റെപ്പ് എന്തായാലും നമ്മൾ ഇറങ്ങാൻ. ഇപ്പം കുറച്ച് വെയിലായിട്ടുണ്ട്. എന്നാലും പ്രശ്നമൊന്നുമില്ല, വലിയ കാഠിന്യമുള്ള വെയിലല്ല. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് അവരെടുത്തോണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ഈ പടിയിൽ നിന്ന് അതുവരെ, ഇവിടെ നിന്ന് അതുവരെ വീഴുന്നു പോയിട്ട് അതങ്ങ് അതെങ്ങനെ സ്ലിപ്പായി അതുവരെ പോയി. ഇവിടെ നിന്ന് ആരെ പിടിച്ചതാണ്. അതിന് ഒട്ടും വയ്യ. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള അതിന് നെറ്റിയൊക്കെ മുറിഞ്ഞാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ഇറങ്ങില്ല, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ സൂക്ഷിച്ചിറങ്ങില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഈ കുട്ടികളുണ്ട് വിടുന്നതാ വിടുന്നതാ അവര് വീഴുന്നതാ. ഇവിടെ മൊത്തം ബ്ലഡ് കേട്ടോ, ഇവിടെ തറയിലൊക്കെ മൊത്തം ബ്ലഡ് ഉണ്ട്. അതിന്റെ ചുണ്ടും അതിന്റെ കൈയെല്ലാം മുറിഞ്ഞു. അവരതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് മേളിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഒന്ന് വിളിച്ചാൽ ഇവിടുത്തെ റോഡ് സൈഡാണ്, ഇവിടെ തൊട്ടടുത്ത് റോഡാണ്. അതിന്റെ വണ്ടി പോകുന്ന സൈഡിൽ കൂടെ കണ്ടോ. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ ഉള്ളൂ. പക്ഷെ അവർ തിരിച്ച് മേളിലോട്ട് പിന്നെയും കയറാൻ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയാമോ, അവിടെ തെങ്കാശി, അവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അവിടെ കയറിയാണ് ചെങ്കോട്ടിലോട്ട് കയറുന്നതിന്റെ അവിടെ കണ്ടൊരു കൃഷിയിടമാണ് കേട്ടോ. ഇവിടെ എന്തായാലും ഇപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു പോയി നോക്കണം, വണ്ടി നിർത്തിയിട്ട്. നല്ല രസമുള്ള നല്ലൊരു ഭംഗിയുള്ളതാണ് നമ്മൾ കണ്ടിറങ്ങിയതാണ് കേട്ടോ. ഇങ്ങോട്ട് നല്ലൊരു വൈബുള്ള സ്ഥലം ഞാൻ കാണിച്ചാൽ ഇവിടെ നോക്കി.
ഫുൾ പച്ചപ്പുണ്ട്. നല്ല രസമാണ്, നല്ല കാറ്റുണ്ട്. കാരണം ഇങ്ങനെ നിങ്ങൾ നമ്മൾ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് തെക്കാശ്ശേരിട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ അവിടെ നല്ലൊരു കയറ്റ് ഇറങ്ങി വരുമ്പോഴോ കാണുന്ന രസമുണ്ട് അവിടെ. അവിടെ ഫ്രണ്ടിൽ ആ ഒരു വളവില് അവിടെ നെല്ലിക്ക, മാങ്ങ, റംബൂട്ടാൻ ഇതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ വാങ്ങിച്ചിരുന്നു. ഇവിടെ നല്ല കാഴ്ച നോക്കി നല്ല രസമുണ്ട്. ഈ റോഡിൽ കൂടെ നേരത്തെ ഒരു KSRTC ബസ് വരുന്ന അതിങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് ഈ പച്ചയിലേക്ക് റെഡ് കളറിൽ വരുന്ന നല്ല രസമുണ്ട്. KSRTC ബസ്സൊക്കെ പോകാൻ നല്ല അടിപൊളി സ്ഥലം.